ഹായ് നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മലയാളം ഫോണ്ട് എങ്ങനെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ട് മംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യമേ എന്തായാലും നമ്മുടെ മലയാളം ഫോണ്ടുകൾ വേണം. അപ്പോഴതിന് വേണ്ടി ഞാനിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോണ്ടുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കിടക്കുന്ന ഫയൽസിലുള്ള ഫോൺസ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിത്രയാണ് മലയാളം ഫോണ്ടുകളായിട്ട് വരുന്നത്. പല സ്റ്റൈലിലായിട്ടുള്ള ഫോണ്ടുകളാണ്. അപ്പോൾ ഇതിൽ FML ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൽ വന്നിട്ട് ആദ്യമേ നമ്മൾ ആ സെർച്ചിൽ വന്നിട്ട് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആ ഒരു മലയാളം ഫോണ്ടുകളുടെ ഫയൽ മൊത്തത്തിൽ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം സെലക്ട് ചെയ്യാം. കൺട്രോൾ A കൊടുത്തു കഴിഞ്ഞാൽ ഓൾ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. ജസ്റ്റ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി, അപ്പോഴേ ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാനിപ്പോൾ ഓൾറെഡി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുട്ടി പെൻസിൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അതിലാദ്യം കാണുന്ന വെബ്സൈറ്റ് ഓൺ ചെയ്ത് ഗൂഗിൾ കീബോർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലെ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് മംഗ്ലീഷ് അടിക്കാൻ പറ്റും. അതിൽ ഹായ് ഹലോ എന്നിട്ട് കൺവെർട്ട് കൊടുക്കണം. അതിൽ കോപ്പി ടു FML സീരീസ് അത് കൊടുക്കണം. എന്നിട്ട് അത് കോപ്പി ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി അടുത്ത ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഒരു പുതിയ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിന് നമുക്ക് ആ FMLനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ V കൊടുത്താൽ മതി. പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഫോൺസിൽ വന്നിട്ട് FML ഫോണ്ട് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് FML ഫോൺസും എല്ലാ ഫോണ്ടുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ FML ഫോൺസ് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ലീല ഹെവി കൊടുത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫോണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിലാണെങ്കിൽ ഇപ്പം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണെങ്കിൽ എല്ലായിടത്തും ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഫോണ്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻഡയൊന്നും കിട്ടാറില്ല. അപ്പോഴത്തേക്ക് ആ ഇൻഡയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നൊരു ട്രിക്കാണ്. അത് ജസ്റ്റ് പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ കുട്ടി പെൻസിൽ ഓൺ ചെയ്ത് അതിൽ നമുക്ക് ഒരു വേർഡ് ടൈപ്പ് ചെയ്യാം. കണ്ടിരുന്നു ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. എന്നിട്ടത് FMLലോട്ട് കൺവെർട്ട് ചെയ്യാം. എന്നിട്ട് കോപ്പി ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വന്നിട്ട് കിരുന്നു എന്നായിപ്പോയി, ഇണ്ട കിട്ടിയില്ല. അപ്പോഴും നമ്മൾ വന്നിട്ട് ഇണ്ട വരേണ്ട സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ വന്നിട്ട് Shift+@ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇണ്ട കിട്ടും. ഓക്കെ, ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.